ആറ്റിങ്ങൽ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരനെതിരെ കയ്യേറ്റ ശ്രമം BLOയുടെ സാന്നിധ്യത്തിൽ CPM വോട്ട് പിടിക്കുന്നതിനെതിരെ പരാതി ഉയർന്നു. അത് പരിശോധിക്കാൻ എത്തിയപ്പോഴാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായത്. നെടുമങ്ങാട് പനങ്ങോട്ടല 154 ബൂത്തിലാണ് സംഭവ വിവരങ്ങളുമായി പ്രശാന്ത് ചെയ്യുന്നത്. പ്രശാന്ത്, എന്താണ് സംഭവിച്ചത്? അവിടെ BLOയുടെ സാന്നിധ്യത്തിൽ ബൂത്തിനുള്ളിലൊക്കെ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നെന്ന ആരോപണമൊക്കെ ഉയർന്നിരുന്നു. അത് വലിയ ചോദ്യം ചെയ്യലിലേക്കും തർക്കത്തിലേക്കും ഒക്കെ പോയിരുന്നു. അവിടേക്കാണ് സ്ഥാനാർത്ഥി കാര്യങ്ങൾ തിരക്കാൻ എത്തിയത്. എന്താണ് സംഭവം? എന്താണ് ഇതിന് പിന്നിൽ? ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾക്ക് പോലീസ് തയ്യാറായിട്ടുണ്ടോ? ആരെങ്കിലും പിടികൂടി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രശാന്ത്? വൈകുന്നേരത്തെ BJP പ്രവർത്തകർ വിവരത്തിനനുസരിച്ചാണ് വി മുരളീധരൻ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. അതായത് ഈ നെടുമങ്ങാടിനടുത്ത് പനങ്ങോട്ടയില എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. അതായത് ഓൾഡ് ഏജ് ഹോം ബൂത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതായത് BLOയുടെ സാന്നിധ്യത്തിൽ CPM പ്രവർത്തകർ ബൂത്തിന് അകത്ത് പ്രവേശിക്കുകയും അതായത് ബൂത്തിന് സമീപത്ത് തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് വോട്ടിടാൻ വരുന്ന ആളുകൾക്ക് ബാഡ്ജ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടക്കുകയാണ് ചെയ്തത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ടൊരു നടപടിയായിരുന്നു ഈ CPM പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായത്. ബൂത്തിന്റെ പരിസരങ്ങളിൽ നിൽക്കാൻ പാടില്ല എന്ന നിയമം ലംഘിച്ചുകൊണ്ട് ആ പരിസരത്ത് തന്നെ നിന്നുകൊണ്ട് വോട്ടിടാൻ വരുന്ന ആളുകൾക്ക് സ്ലിപ്പ് എഴുതി കൊടുക്കുകയും മറ്റ് കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഇത് ചോദ്യം ചെയ്ത BJP പ്രവർത്തകർ ചോദ്യം ചെയ്ത് അതിൽ പ്രകോപിച്ചാണ് പിന്നീട് സംഘർഷത്തിലേക്ക് എത്തുന്നത്. വിവരമറിഞ്ഞ് ബൂത്ത് സന്ദർശനത്തിനെത്തിയ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തു. തുടർന്ന് പരാതി നൽകിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കൂട്ടമായി ഈ BJP പ്രവർത്തകർ നേരെ അക്രമവുമായി CPM പ്രവർത്തകർ മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഈ NDA സ്ഥാനാർത്ഥി വി മുരളീധരനെ പിന്നിൽ നിന്ന് തള്ളിയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി ആണ് ഈ സംഘം വരികയും പിന്നീട് BJP പ്രവർത്തകർ അത് തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. തുടർന്ന് വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ഒക്കെ ചെയ്തു. പോലീസിന്റെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ വോട്ടിംഗ് പോളിംഗ് ബൂത്തിൽ തന്നെ BLOയുടെ സാന്നിധ്യത്തിൽ ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകുമ്പോഴും പോലീസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പോലീസ് പ്രശാന്ത്, ആർക്കെതിരെയെങ്കിലും കേസെടുത്തുണ്ടോ? ഈ ദൃശ്യങ്ങൾ തന്നെ കാണുന്നത് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ആളുകളെ കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പകൽ വെളിച്ചത്തിലാണ്, മന്ത്രിയുടെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? പ്രവർത്തകരെല്ലാം ഈ പ്രാദേശിക പാർട്ടിയുടെ ചുമതലയുള്ള പ്രവർത്തകരാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇവരെല്ലാം ഈ പ്രദേശവാസികളുടെ കൂടി തന്നെയാണ്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും BJPയുടെ പ്രവർത്തകർ പരാതി നൽകിയിട്ട് പോലും ഈ CPMന്റെ ആളുകളെ അവിടെ നിന്ന് പുറത്തേക്ക് മാറ്റുവാൻ പോലീസ് തയ്യാറായില്ല. നിരവധി തവണ ഇത്തരത്തിൽ ഇവരെ ഈ ബൂത്തിന് പുറത്തേക്ക് പറഞ്ഞേക്കണമെന്ന് BJP പ്രവർത്തകർ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും പാലിക്കുവാൻ അല്ലെങ്കിൽ BJP പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ പരാതി സ്വീകരിക്കുവാൻ പോലീസ് തയ്യാറായതുമില്ല. പോലീസ് ഇവരെ ബൂത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയച്ചതുമില്ല. ഇതാണ് BJP പ്രവർത്തകർക്ക് വീണ്ടും പ്രകോപനമായത്. വീണ്ടും പരാതി പറഞ്ഞെങ്കിൽ പോലും ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നടപടി ഇതിൽ കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ പ്രവർത്തകർ ഇത്തരത്തിൽ ആരോപണ വിധേയരായ പ്രവർത്തകരെ ബൂത്തിനുള്ളിൽ തന്നെ നിർത്തുവാൻ പോലീസ് ശ്രമിക്കുകയും ചെയ്തു. അവരെ പുറത്തേക്ക് പറഞ്ഞയക്കാൻ തയ്യാറായില്ല. എന്നാൽ പരാതി ഉന്നയിച്ച BJP പ്രവർത്തകർക്ക് നേരെ ആരോപണവുമായി അല്ലെങ്കിൽ BJP പ്രവർത്തകരെ സംഭവ സ്ഥലത്ത് പറഞ്ഞിടാനായിരുന്നു പോലീസിന്റെ നീക്കം തുടക്കത്തിൽ തന്നെ ഉണ്ടായത്. ഇതിനുശേഷമാണ് NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ സംഭവ സ്ഥലത്തെത്തി പരാതി നൽകിയതിനു ശേഷം പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കൂട്ടമായി നിന്ന ഈ CPM പ്രവർത്തകർ ഇത്തരത്തിൽ BJP പ്രവർത്തകർക്കും അതുപോലെ തന്നെ വി മുരളീധരൻ നേരെ അക്രമവുമായി വരുന്നത്. പിന്നീട് സ്ഥലത്ത് വലിയൊരു സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്തു. സ്ത്രീകളടക്കമുള്ള BJPയുടെ പ്രവർത്തകരുണ്ടായിരുന്നു. അതിൽ വാർഡ് മെമ്പർ അടക്കമുള്ള BJPയുടെ സ്ത്രീകളായിട്ടുള്ള പ്രവർത്തകരെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അവരെയെല്ലാം മർദ്ദിക്കുന്ന രീതിയിലേക്ക് ഈ CPMന്റെ ആളുകൾ ഒരു ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തു. വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുന്ന രീതിയിലേക്ക് സംഭവം വഴിമാറുന്ന സാഹചര്യമുണ്ടായി. പ്രവർത്തകർ കൂട്ടമായി സ്ഥാനാർത്ഥി വി മുരളീധരനെ വളഞ്ഞതുകൊണ്ട് മാത്രമാണ് സ്ഥാനാർത്ഥിക്ക് മർദ്ദനമേക്കാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്ന് വേണം. നിലവിൽ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കേസെടുത്തതായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് BJPയും പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ആറ്റിങ്ങൽ മണ്ഡലം കേന്ദ്രീകരിച്ച് നിലവിൽ ഈ വോട്ടിംഗുമായി ബന്ധപ്പെട്ട് കള്ളയോട്ടടക്കം നടക്കുന്ന സാഹചര്യം നിലവിൽ രാവിലെ മുതലുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ CPMന്റെ ഭാഗത്തു നിന്ന് വ്യാപകമായിട്ടുള്ള ഇത്തരം ഭീതികൾ അനുവർത്തിച്ചു വരുന്നത്. അതായത് ഈ പരാജയ ഭീതി CPMന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ CPMന് ഉടലെടുത്തിരിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് BJP ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ജയിക്കുക എന്ന രീതിയിലൊരു മാർഗമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ വോട്ടുപിടുത്തത്തിലൂടെ ഈ അവസാന നിമിഷത്തിലുള്ള ക്യാൻവാസിങ്ങിലൂടെ എല്ലാം CPM നടത്തുന്നതെന്നാണ് BJP ആരോപിക്കുന്നത്. നേരത്തെ തന്നെ പ്രവർത്തകർ
അധികൃതർ പരാതി പറഞ്ഞിരുന്നു. എന്നാൽ ആ BJP പ്രവർത്തകരുടെ പരാതി സ്വീകരിക്കുവാനുള്ള ഒരു നടപടിയിലേക്ക് പോലീസും തയ്യാറായില്ല. അതാണ് പിന്നീട് വീണ്ടും BJP പ്രവർത്തകർ പരാതിയുമായി മുന്നോട്ട് വരാനുള്ള സാഹചര്യവും ഉണ്ടായത്. ഉമേഷ്, ഏതായാലും പ്രശാന്ത്, പോലീസിന്റെ നിയമ നടപടി, പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നൊക്കെ വരും മണിക്കൂറിൽ പ്രശാന്തിനെ പ്രതീക്ഷിക്കുന്നു. പ്രശാന്ത്, മറ്റൊരു കാര്യം കൂടി, എങ്ങനെയുണ്ട് ഇപ്പോൾ ആറ്റിങ്ങലെ പോളിംഗ് ശതമാനത്തിലെ വർധനവ്? എങ്ങനെയാണ് ഇപ്പോൾ അവിടെ വോട്ടിൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? അവസാനത്തെ 10 മിനിറ്റിലേക്ക് കടന്നിരിക്കുന്നു. എങ്ങനെയാണ് ആറ്റിങ്ങലിൻ്റെ ഒരു മനസ്സ് വിധിയെഴുതിയിരിക്കുന്നത്? ഇപ്പോഴും തിരക്കനുഭവപ്പെടുന്നുണ്ട്. 65.56 നിലവിൽ ഏറ്റവും അവസാനമായി പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ആറ്റിങ്ങലെ പോളിംഗ് ശതമാനം. അത് രാഷ്ട്രീയമായി ഒന്ന് വിലയിരുത്തിയാൽ ആർക്ക് അനുകൂലമായി മാറും? എന്താണ് അവിടുത്തെ ഒരു സ്ഥിതിഗതികൾ? ഉമേഷ്, ഇതോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായൊരു നടപടി ഉണ്ടായി. നമുക്ക് ഈ സംഭവത്തിന്റെ വിഷ്വൽ എടുക്കുന്ന സമയത്തും നമുക്ക് മാധ്യമപ്രവർത്തകരെയും ക്യാമറമാനെ അടക്കം ഇതിൽ പോലീസ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഈ ആക്രമിക്കുന്നതിന്റെ അടക്കമുള്ള വിഷ്വലുകൾ എടുക്കുവാൻ, അല്ലെങ്കിൽ ആ സംഭവ സ്ഥലത്തെ വിഷ്വലുകൾ എടുക്കുന്നതെല്ലാം പോലീസ് വിലക്കുന്ന ഒരു സാഹചര്യവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് നേരെയും പോലീസിന്റെ ഭാഗത്തുനിന്നൊരു വിലക്ക്, അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കുന്നതിന് തടയുന്ന ഒരു സാഹചര്യം ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ നിലനിൽക്കുന്നത് ഈ ഒരു പരാജയ ഭീതിയുടെ മൂലമാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് വലിയൊരു മുന്നേറ്റം ഈ മേഖലകളിലെല്ലാം BJP കൈവരിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് മുതൽ ഒരു വലിയ മുന്നേറ്റം പല മണ്ഡലങ്ങളിലും NDA സ്ഥാനാർത്ഥി കൈവരിച്ചിരുന്നു. നമുക്ക് അറിയാൻ കഴിയും, അത് ഈ BJP സ്ഥാനാർത്ഥി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ ഒരു പരാതി പ്രളയം സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടായിട്ടുള്ള പരാതി പ്രളയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മാത്രമല്ല, മുൻപ് കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു വലിയ ജനസ്വീകാര്യത BJPക്കും അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥിക്കും V മുരളീധരൻ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരു വലിയ ഗുണകരമായ രീതിയിലേക്ക് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു വലിയൊരു പര്യവസാനമാണ് ഇപ്പോൾ ഈ അവസാന മണിക്കൂറിൽ ഈ വോട്ടിംഗ് ശതമാനത്തിൽ അടക്കം ഉണ്ടായിരിക്കുന്ന ഒരു വർധനമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വലിയൊരു വർധനം ഇപ്പോൾ ഈ വോട്ടിംഗ് ശതമാനത്തിൽ തന്നെ ആദ്യം തുടക്കം മുതൽ ആ ഒരു പുലർത്തിയിരുന്ന ഒരു വർധനവ് ഇപ്പോഴും ഈ അവസാന നിമിഷത്തിലേക്ക് അടുക്കുമ്പോൾ പോലും അത് തുടരുന്നൊരു സാഹചര്യം കൂടി ഉണ്ട്.